നമ്മുടെ ഇടയ്ക്കിൽ ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് മക്കളുടെ ദുസ്വഭാവവുമായി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് മക്കൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന സാഹചര്യം. ചില പെൺമക്കളും ചില ആൺമക്കളൊക്കെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികള് അവർക്കൊരു അഫെയർ ഉണ്ടായിട്ട് അതുമായിട്ടുള്ള ബന്ധം നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നിട്ട് പോലും മക്കളോട് എത്ര പറഞ്ഞിട്ടും അതനുസരിക്കുന്നില്ല. അവരുടെ മനസ്സിൽ അവർ വിചാരിച്ച അവർ തന്നെ അവർക്ക് വേണം, ഇണയായിട്ട് വേണം. പുതിയ ആലോചന കുടുംബങ്ങൾ രക്ഷിതാക്കൾ കൊണ്ടുവരുമ്പോൾ, മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോൾ അതിനെ സമ്മതിക്കാതിരിക്കുക, പൂർണ്ണമായും ഇസ്ലാമിൽ നിന്ന് പുറംതിരിഞ്ഞ് ജീവിക്കുക. ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയ ഇസ്ലാമിക സാഹചര്യങ്ങളോടും ചുറ്റുപാടിനോടും തീരെ താല്പര്യമില്ലാത്ത രൂപത്തിൽ, അത് വേഷവിധാനങ്ങളാണെങ്കിലും ഇങ്ങനെ ജീവിക്കുന്ന മക്കളുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയാനാണ് പലപ്പോഴും പലരും വരാറുള്ളത് തന്നെ. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ ആയതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാറുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിയതിന് പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം, ഒരു 7 വർഷം മുമ്പേക്ക് നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ അതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെ ആയേക്കാം. അത്തരം സാഹചര്യങ്ങളിലൂടെയായിരിക്കാം ആ മക്കൾ വളർന്നു വന്നിട്ടുണ്ടായിരിക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ പറഞ്ഞു തരട്ടെ. ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള് നല്ല മക്കളായി വളരാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകൾ, ദുആകൾ, ആയത്തുകൾ, ഇസ്മുകളൊക്കെ ഉണ്ട്. അതും പറഞ്ഞുതരാം. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്കത് പറയേണ്ടി വരുന്നത് എന്നുള്ള അറിയിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും സന്തോഷിക്കരുത് എന്നാണ് പഴമൊഴി. അതായത് മക്കൾ ഈ വളരുന്ന അവര് നമുക്ക് നല്ല സന്തോഷത്തിൽ നാളെ ഭാവിയിൽ കിട്ടും എന്നുള്ള ധാരണ നമുക്ക് നല്ലതാണ്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കളെ വഴി നടത്തുകയും കൂടെ വേണം. അപ്പോഴാണ് മക്കളെ നമുക്ക് നല്ല രൂപത്തിൽ തിരിച്ചു ലഭിക്കുകയുള്ളൂ. മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്ന മക്കളാകുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും അതിനെതിരായിട്ടാണ് സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു വലിയ ഒരു അപകടത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ നേരിട്ട്, എനിക്ക് അനുഭവം ഉള്ളതാണ്. ഇവിടെ നേരിട്ട് എന്നോട് വന്ന് പറഞ്ഞതും അതിൻ്റെ കാരണം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരു ഉമ്മ, ഒരു ഉപ്പ, 2 മക്കൾ, അങ്ങനെയാണ് അവരുടെ സാഹചര്യം. അപ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് ഒരു രോഗം ബാധിക്കുന്നു. രോഗം ബാധിച്ച് ഒരു മാരകമായ രോഗങ്ങളോ കുറേ കാലം അഡ്മിറ്റ് ആവേണ്ട ഒന്നുമില്ല. കേവലം ഒരാഴ്ച മാത്രം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലൂടെ ആ ഉമ്മ കടന്നു പോകുന്നു. ആ ഉമ്മയുടെ മകൻ ഈ സമയത്ത് ആ മകന് വേറൊരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു. ഉമ്മ വീട്ടിലില്ല, ഉപ്പ വീട്ടിലില്ല. അപ്പൊ വേറൊരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു. ആ വേറെ വീട്ടിൽ താമസിക്കുന്ന ആ കാലയളവിൽ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കുട്ടിയുടെ ഉപ്പ ആ സമയത്ത് ഉമ്മാനെ പരിചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. മകന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു. ബന്ധുവീട് തന്നെയാണ്, സുരക്ഷിതമായ ഇടം തന്നെയാണ്. അവിടെ താമസിക്കുന്നതിനിടയിൽ ആ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാകുന്നു. ഇതാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഇതൊന്നും അവർക്ക് അറിയുന്നില്ല. ആ സമയത്ത് ഇവൻ ഏകദേശം 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പ്രായമാണെന്നുള്ളത് ഓർക്കണം. അപ്പൊ ഈ ഒരൊറ്റ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ സമയത്താണ് ആ കോണ്ടാക്ട് വരുന്നത്. അങ്ങനെ നോർമലി ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയി. മകനും നാട്ടിലേക്ക് എത്തി. പിന്നെ പുതിയ കാലാണല്ലോ, അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. അത് ഉപയോഗിച്ച് ഇവർ ആ ബന്ധം നിലനിർത്തുന്നു. അവർ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
ആ മെസ്സേജുകളും കോണ്ടാക്റ്റുകളൊക്കെ അതിങ്ങനെ കൂടുതലായി അവസാനം പിരിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവർ രണ്ടുപേരും അടുക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഏതു സമയത്തും സംസാരിക്കേണ്ടി വരുന്നു. വീട്ടിൽ അത് അറിയുന്നു, അവർ പിടിക്കുന്നു. അതിൻ്റെ പേരിൽ ഭയങ്കര സംസാരവും വഴക്കൊക്കെ ആവുന്നു. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റൂല എന്ന രൂപത്തിലേക്ക് ഇരുവരും സംസാരിക്കുന്നു. ഭയങ്കര പ്രശ്നമായി. ഞാൻ ആ വിഷയത്തിലേക്ക് ഇനി എങ്ങനെ പര്യവസാനിച്ചു എന്നുള്ളതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമുക്ക് കിട്ടേണ്ട ഒരു പോയിന്റ് ഇവിടെ കിട്ടി. അതായത് ഒരു ചെറിയ നിമിഷത്തിൽ മാതാപിതാക്കൾക്ക് ഉണ്ടായ ഒരു രോഗം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ആ ഒരു നിസ്സഹായാവസ്ഥയിൽ ഉണ്ടായ ഒരു ഇതിപ്പോ നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ല. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യുക? അവന് മകൻ അവിടെ നിൽക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായതാണ് ആ ബന്ധം. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട്. പിന്നീട് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടായിട്ടില്ല. ഇതിന്റെ പേരിൽ വഴക്കാണ്. മോനത് ഒഴിവാക്കാൻ തയ്യാറല്ല. മാതാപിതാക്കൾക്ക് അതിനോട് താല്പര്യമില്ല. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ട് ഭയങ്കര പ്രശ്നം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളിലെ അവരുടെ ഒരു പ്രകൃതം, സ്വഭാവം, അതൊക്കെ കൂടുതൽ ഒരു എടുത്തുചാട്ടം ഒക്കെ ഉള്ള ഒരു സമയമാണ് ഈ ടീനേജ് എന്ന് പറയുന്ന സമയം. ടീനേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെ കുട്ടികളുടെ കൗമാരപ്രായം എന്ന് പറയുന്ന സമയം. ഈ സമയത്ത് എടുത്തുചാട്ടം നന്നായിട്ടുണ്ടാകും. എന്തിനോടും ഒരു ത്വര, എന്തും എപ്പോഴും ചെയ്യാനുള്ളൊരു താല്പര്യം, എന്തിനൊരു ധൈര്യം, ഇങ്ങനെയുള്ള ഒരു ടൈം പീരീഡാണ് അത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ആ സമയത്ത് എടുത്തുചാട്ടം നല്ലോണം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അവരിൽ ഫോം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരുടെ ലൈഫിൽ എല്ലാ സമയത്തും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ടീനേജ് 13, അതാണ് ടീനേജ് എന്ന് പറയുന്നത്. 13, 14, 15, 16, 19, 17, 19, ഈ പറയുന്ന ഈ ഒരു 18, 19, ഈ പറയുന്ന ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ ഒരു ടീൻ എന്നുകൊണ്ട് അവസാനിക്കുന്നത് കണ്ടില്ലേ? ടീൻ. ആ ഒരു സമയം 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ, ആ 20 വയസ്സിൻ്റെ ഒക്കെ ഇടയിലുള്ള ആ സമയത്ത് നമ്മൾ നന്നായിട്ട് അവരെ നോക്കുകയാണെങ്കിൽ, ആ സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ചെറിയ അച്ചടക്ക രാഹിത്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ, അവരെ പിടിച്ചാൽ കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് അവരെ കൺട്രോൾ ചെയ്താൽ തീർച്ചയായും ആ മക്കള് നമുക്ക് അനുകൂലമായിട്ട് നല്ല രൂപത്തിൽ കിട്ടും. അതിനുശേഷം അതുവരെ നല്ല ചിട്ടയിൽ ജീവിക്കുന്ന മക്കള് അതിനുശേഷം അവര് വഴിപിഴക്കുന്നത്, അത് ഈ കാലയളവിൽ വഴിപിഴക്കുന്നതിനേക്കാളും കുറവാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ സമയം നന്നായിട്ട് ശ്രദ്ധിക്കണം. അവർ +2 പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന ഈ കാലയളവ്, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ മെച്യൂരിറ്റിയിലേക്ക് എത്തി. പിന്നെ അവർക്ക് കുറച്ചൊക്കെ ഒരു ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല രൂപത്തിൽ തന്നെ ഉണ്ടായിരിക്കുക. നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും കൂടിയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ മുഹ്സി എന്ന് പറയുന്ന ഇസ്മുണ്ട്. ആ ഇസ്മ 20 പ്രാവശ്യം ചൊല്ലി മക്കൾക്ക് പ്രത്യേകമായിട്ട് വെള്ളത്തിലോ മറ്റൊക്കെ മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നന്മയുള്ളവരായി തീരാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. മക്കൾക്കൊക്കെ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടി കൊടുക്കാം. അതൊക്കെ മക്കള് നല്ല വഴിയിലേക്ക് എത്താൻ കാരണമാകും എന്നുള്ളതാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്നറിയോ? ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. മാ നഹല വാലിദുൻ വലദഹു അഫ്ളന മിൻ അദബിൻ ഹസൻ. ഒരു കുഞ്ഞിന്, ഒരു മോൾക്ക് മാതാപിതാക്കൾ, രക്ഷിതാവ്, പിതാവ് അദബുൻ ഹസൻ, നല്ലൊരു സംസ്കാരം, നല്ലൊരു മര്യാദ പഠിപ്പിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊന്നും നൽകുന്നില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്, നമുക്കൊക്കെ അറിയാം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള ആയത്ത്. ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകളിൽ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ ഇണകൾ, ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഉത്തമരും ഉന്നതരും സൽസ്വഭാവികളുമായി തീരാൻ ഈ ഒരു ആയത്ത് കാരണമാകുമെന്നുള്ളതാണ്. നിങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണ
സന്തോഷത്തോടുകൂടെ നിങ്ങളോട് ജീവിക്കാൻ, നന്മയുള്ളവരായി സൽസ്വഭാവികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു അൽഹംദുലില്ലാ പറയൂ. അള്ളാഹു അതിന്റെ കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകി തരും. ഇൻഷാ അള്ളാഹ് ഒന്ന് എഴുതി അറിയിക്കുക അൽഹംദുലില്ലാ എന്നുള്ളത്. ഈ ആയത്ത് പതിവാക്കുക. ഇതൊരു ദുആ ആണ്. അതിനർത്ഥം നമുക്കറിയാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, സന്താന പരമ്പരകളിൽ കൺകുളിർമയുള്ളവരെ, കൺകുളിർക്കയുള്ളവരെ, ആ രൂപത്തിലേക്ക് ഞങ്ങളുടെ മക്കളെയും സന്താനങ്ങളെയും കാക്കണേ എന്നാണ് ആ ദുആ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വളരെ പവിത്രമേറിയ ദുആ ആണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ്. സൂറത്ത് യൂസുഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അത് പ്രസവിച്ച കുട്ടിയുടെ സമീപം വെച്ച് ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ആ കുഞ്ഞ് വ്യഭിചാരത്തെ സ്പർശിക്കുകയില്ലെന്ന് മഹാനരായ സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇആനത്തു ത്വാലിബീനിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട രണ്ടായത്തുകൾ, ഒന്ന് ദുആ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, നമുക്ക് പകർത്താവുന്നതാണ്. രണ്ടാമത്തത് സൂറത്ത് യൂസുഫിലെ രണ്ടാമത്തെ ആയത്താണത്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. ഈ ആയത്ത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട്, രണ്ടാമത്തെ സൂറത്താണല്ലോ സൂറത്ത് യൂസുഫ് എന്നുള്ള, സൂറത്ത് യൂസുഫിലെ രണ്ടാമത്തത്. അത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രസവിച്ച കുട്ടിയുടെ സമീപത്ത് വെച്ച് ഓതുകയാണെങ്കിൽ അവര് പിന്നെ ഇത്തരം അരുതായ്മകളിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. മക്കളൊക്കെ നല്ല കൺകുളിർമയാകുന്ന മക്കളാക്കി അള്ളാഹു വളർത്തട്ടെ. ഈ ആയത്തുകൾ നിങ്ങൾ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ എന്നുള്ളതൊക്കെ നിങ്ങൾ പതിവാക്കാറുണ്ടോ എന്ന് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.